കാണുന്നതായ പലവിധമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കാം. മനസ്സിനെ പതറിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ കടന്നു വരാം. ആമീൻ. പലവിധമായ ദൂഷണ വാക്കുകൾ കേൾക്കാം. പാട്ടുകാരൻ പറയുകയാണ്, പതരാതെ നിന്നാൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവത്തിന്റെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നാം ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് അവൻ മറുപടി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ഉപവാസത്തോടെയാണെന്നുണ്ടെങ്കിൽ നാം ആത്മാർത്ഥമായി വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥമായി ആ വിഷയത്തിനു വേണ്ടി ജാഗരിച്ചാൽ അത് തീർപ്പ് കൽപ്പിക്കുന്ന കർത്താവ് അതിനെ അവൻ മാനിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. നമ്മുടെ ആയിരിക്കും വളരെ പ്രാർത്ഥനയായിരിക്കണം. വളരെയധികം ക്ഷീണത്താലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെയും പനിയാൻ വളരെ ഭാരപ്പെട്ടു. എന്നാലും ഇന്ന് പകൽക്കാലം ഞാൻ അല്പം അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്തു. വരണ്ടെന്നൊക്കെ വെച്ചിരുന്നെങ്കിൽ തന്നെ കർത്താവിന്റെ ദാസനെ ഇവിടെ തനിച്ച് ഉപസിച്ചിരിക്കുമ്പോൾ ഞാൻ അവിടെ മാറി ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് വൈകിൽ പോലും ഞാൻ കടന്നു വന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുവാൻ ചെറിയൊരു ദൂത് കേട്ട് ഹൃദയത്തിന് സന്തോഷമായി ക്ഷീണിച്ചിരിക്കുന്നവരുടെ അവകാശങ്ങൾ അടുക്കുവാൻ വേണ്ടി സംസാരിക്കുവാൻ വേണ്ടി ആലോചന കേൾക്കുവാൻ വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു പ്രവർത്തിപ്പാൻ ശക്തനായ അല്പസമയത്ത് ചിന്തയ്ക്കായി വേദഭാഗം വായിക്കാം. സെക്കറിയാവിന്റെ പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 18-18 വായിക്കാം. സെക്കറിയാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. Chapter 1 verse 18. ഞാൻ കനകൊക്കെ നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താവുന്നുവെന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട് യഹൂദയെയും ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്ന് ഉത്തരം പറഞ്ഞു. 1-ാം അധ്യായം 18-ാം അധ്യായം വാക്യമാണ് വായിച്ചു കേട്ടത്. അവിടെ ഇപ്രകാരം നാം കേട്ടു, ഞാൻ തല പൊക്കി നോക്കിയപ്പോൾ 4 കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട് യഹൂദിയെയും ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിച്ചു കളയുന്ന കൊമ്പുകളാണെന്ന് അവിടെ വളരെ വിശദമായിട്ട് പറയുന്നു. നാം പല കൊമ്പുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് മനുഷ്യന്മാർക്ക് നമ്മൾ കൊമ്പൊന്നുമില്ല. നമ്മൾ നോക്കി നോക്കി ദൈവം സൃഷ്ടിച്ചപ്പോ 2 കൊമ്പും കൂടെ വെച്ച് നമ്മൾ വിട്ടാണെങ്കിൽ അവനെന്ത് രസമായിരുന്നു കാണാനൊക്കെ. അവള് പറയും ഇന്നെ കൊമ്പുള്ള അച്ഛനെ കണ്ടിട്ടുണ്ടോ? നമ്മള് പറഞ്ഞിട്ടില്ലേ ആ പോകുന്ന അച്ഛന് വലിയ കൊമ്പാ. സ്തോത്രം. ആ കൊമ്പ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതേ നിയമത്തിൽ കൊമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ അഹങ്കാരത്തെ കാണിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സാമർഥ്യത്തെ കാണിക്കുന്നതാണ് കൊമ്പ്, അല്ലെങ്കിൽ അവന്റെ കഴിവിനെ കാണിക്കുന്നതാണ് കൊമ്പ് എന്ന് നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ കാണാൻ കഴിയും. സങ്കീർത്തനക്കാരൻ പ്രകാരം പറയുന്നു, നിങ്ങളുടെ കൊമ്പ് ഉള്ളിലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, കൊമ്പ് എന്തിനെ കാണിക്കുന്നു? അത് അഹങ്കാരത്തെ കാണിക്കുന്നു. അവൻ നമ്മുടെ കഴിവിനെ കാണിക്കുന്നു. നമ്മളിൽ ഇല്ലാത്ത കഴിവുകളെ നാം പ്രകടിപ്പിക്കുന്നതാണ് കൊമ്പ് എന്ന് കാണുന്നത്. ഭാഗം ഇവിടെ വായിച്ചപ്പോൾ ഇവിടെ 2 കൊമ്പല്ല കണ്ടിരിക്കുന്നത്, പിന്നെയോ 4 കൊമ്പ് കാണുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെയും ജീവിതത്തിൽ പലവിധമായ കൊമ്പുകൾ നാം കാണാറുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം പഠിക്കുമ്പോൾ അവന്റേതായ ജീവിതത്തിൽ 4 കൊമ്പുകളെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. ഒന്നാമത്തെ കൊമ്പിന്റെ പേരാണ് പ്രശംസ. നാം പലപ്പോഴും പലതിലും പ്രശംസിക്കുന്നവരാണ്. ചിലര് വീടിൽ പ്രശംസിക്കുന്നു, ചിലർ നമ്മുടെ വാഹനത്തിൽ പ്രശംസിക്കുന്നു, ചിലർ ജോലിയിൽ പ്രശംസിക്കുന്നു, ചിലർ ശുശ്രൂഷയിൽ പ്രശംസിക്കുന്നു, ചിലർ അവരുടെ കഴിവിൽ പ്രശംസിക്കുന്നു. അപ്പോൾ അതെന്താണ്? അത് നമ്മുടെ ജീവിതത്തിൽ ഒരു കൊമ്പാണ്.
ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ഏതിൽ പ്രശംസിക്കുന്നുവോ അവിടെ നാം താഴുവാനിടയായി. ഹല്ലേലൂയ. നാം നമ്മുടെ കഴിവിൽ പ്രശംസിച്ചാൽ ഹല്ലേലൂയ ആ കഴിവിനെ ദൈവം എന്ത് ചെയ്തു? എടുത്തുകളിയും. ഹല്ലേലൂയ. നാം നമ്മുടെ വിദ്യാഭ്യാസത്തിൽ പ്രശംസിച്ചാൽ ആമേൻ അതിനെ തച്ചുടയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നാം നമ്മുടെ ഭവനത്തിൽ ആമേൻ പ്രശംസിച്ചാൽ അതിനെ ഇല്ലാതാക്കുവാൻ ആമേൻ ദൈവത്തിന് കഴിയും. ഞാൻ ഏതിൽ പ്രശംസിക്കണമെന്നാണ് ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ഒരു ഭാഗം വായിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ chapter 12 verse 9. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തെളിഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. അവൻ ഒരു ഭാഗം വാക്യം 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന് 17. 2 കൊരിന്ത്യർ chapter 10 verse 17 and 18. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. തന്നെത്താൻ പുകഴ്ത്തുന്നതല്ല, തന്നെത്താൻ പുകഴ്ത്തുന്നവരെല്ലാം കർത്താവ് പുകഴ്ത്തുന്നത്രേ കൊള്ളാവുന്നവൻ. അവൻ കർത്താവ് ഒരുവനെ പുകഴ്ത്തിയാൽ മാത്രമേ അവൻ കൊള്ളാവുന്നതായി തികഞ്ഞു വരത്തുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ഏതിൽ പ്രശംസിക്കണം? കർത്താവിൽ പ്രശംസിക്കണം. ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ ഒന്നാമത്തെ കൊമ്പാണ് പ്രശംസ. ഹല്ലേലൂയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാം പലപ്പോഴും പ്രശംസിക്കുന്നത് എവിടെയാണ്? നാം നമ്മുടെ മക്കളിൽ പ്രശംസിക്കാറുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നാം നമ്മുടെ ഭവനത്തെ കുറിച്ച് പ്രശംസിക്കാറുണ്ട്. നാം നമ്മുടെ ജോലിയെ കുറിച്ച് പ്രശംസിക്കാറുണ്ട്. നാം നമുക്കുള്ളതിനെ ആമേൻ 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 വലിച്ചു വലുതാക്കി പ്രശംസിക്കാറുണ്ട്. എന്ന ദൈവം ഒരു വ്യക്തിയെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ ഏതിൽ പ്രശംസിക്കണം? ദൈവത്തിൽ പ്രശംസിക്കണം. പറഞ്ഞാൽ ആമേൻ നമുക്കുള്ളതെല്ലാം ആര് തന്നതാ? സകലതും ദൈവത്തിന്റെ ദാനമായിരിക്കുമ്പോൾ രാത്രികാലം ദൈവം തന്ന ദാനത്തെ ഓർത്ത് ദൈവത്തോടെ ആമേൻ ത്യാഗത്തോടെ മറ്റാകമണ മനോഭാവത്തോടെ താഴ്മയുള്ള മനോഭാവത്തോടെ ദൈവത്തിൽ കടന്നു വന്നാൽ അവൻ അനുഗ്രഹമാണ്. അവിടെ വായിച്ചു, ഈ കൊമ്പ് എന്തിനെ കാണിക്കുന്നു? ഇസ്രായേലിനെയും യെരൂശലേമിനെയും ചിതറിക്കുന്ന കൊമ്പുകളാണ്. അപ്പോൾ അവൻ കൊമ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ദൈവത്തിന്റെ ജീവിതത്തിൽ കൊമ്പ് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവൻ ഒന്നാമതായി അകലുന്നത് എവിടെ നിന്നറിയാമോ? സ്തോത്രം. ദൈവത്തിൽ നിന്ന് അവൻ അകലുന്നു. കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ അധ്വാനം കൊണ്ട്, എന്റെ അധ്വാന ഫലം കൊണ്ട്, അല്ലെങ്കിൽ എന്റെ കൈയുടെ ഫലം കൊണ്ട്, എന്റെ പ്രയത്നത്തിന്റെ ഫലമായി ഞാൻ ഉണ്ടാക്കിയ എന്റെ ഭവനത്തിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊരു കൊമ്പ്. മറ്റുള്ളവരോട് പറയും, ഞാൻ ഈ വീട് മേടിച്ചു, $500,000 വീടാണ്. ഇതൊക്കെ പറയുമ്പോൾ നാം തന്നെത്താനെ പൊങ്ങുന്നു. വചനം എന്ത് പറയുന്നു? ഹല്ലേലൂയ. കർത്താവ് പൊക്കുന്നവനൊക്കെ പൊങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. തന്നെത്താൻ ആരെങ്കിലും പൊങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന് പൊങ്ങുവാൻ കഴിയത്തില്ല. ഒരു പരിധി വരെ പൊങ്ങുവാൻ കഴിയും എന്ന ദൈവം തള്ളി താഴെയിടും. ദൈവദാസനെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അവൻ പ്രശംസിക്കുന്നത് എന്താണെന്നറിയാമോ? ശുശ്രൂഷയിൽ എന്റെ പ്രസംഗത്തിൽ ഹല്ലേലൂയ 4 പേര് കേൾക്കുമ്പോൾ ഹല്ലേലൂയ എന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അതിന് മാർക്കിടുമല്ലോ. ഹല്ലേലൂയ. അതിനെ വെച്ച് വാചാരതയിൽ കൊണ്ട് പ്രാസം ഒപ്പിച്ച് ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് കാണാതെ പഠിച്ച് പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ നാം എന്തിൽ പ്രശംസിക്കുന്നു? ആമേൻ. ശുശ്രൂഷയിൽ ഞാൻ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. അധികം നാളിനകത്ത് പ്രശംസിച്ചു കഴിഞ്ഞാൽ അവൻ താഴെ പോകും. ഹല്ലേലൂയ. പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? വിശ്വാസഗോളത്തിൽ അനേകർ പട്ടുപോകുവാനുള്ള കാരണം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഏതിൽ പ്രശംസിക്കുന്നു അവിടെ അവൻ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ പ്രശംസിക്കണം. ഹല്ലേലൂയ. അവരുടെ വിദ്യാഭ്യാസം കണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്റെ കുഞ്ഞ് മെഡിസിൻ പഠിക്കുന്നു, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നു. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ്? വലിയ സന്തോഷവും. 4 പേരുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്?
ആമേൻ, ഹല്ലേലൂയ. അഭിമാനത്തോടെ നമ്മൾ ഇറങ്ങി. കാരണം എന്താണ്? ഞാൻ വളർത്തി എന്റെ കുഞ്ഞ് ഇന്ന് എഞ്ചിനീയറായി തീർന്നിരിക്കുന്നു, അവന് ഡോക്ടറായി തീർന്നിരിക്കുന്നു, അവന് പറയുവാൻ അനേക കാര്യങ്ങളുണ്ട്. ഇത് നാം വിളിച്ചു പറയുമ്പോൾ ആ കാര്യം മനസ്സിലാക്കണം. അവൻ എഞ്ചിനീയർ ആകാനും ഡോക്ടറാകാനും അവന് ബുദ്ധി കൊടുത്തത്, അവന് കൃപ കൊടുത്തത്, അവൻ പരീക്ഷ പേപ്പറുമായി മുമ്പിൽ ഇരുന്നപ്പോൾ പേനയുമായി കയ്യിലെടുത്തപ്പോൾ അത് എഴുതുവാൻ ഓർമ്മശക്തി കൊടുത്തത് തമ്പുരാനാണ്. കാലയളവിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം